കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമായ ദൈവമക്കളെ, നാം ഓരോ മനുഷ്യന്മാരും രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് തോന്നുന്നോ അത് നാം ചെയ്യാറുണ്ട്. അതൊരു നല്ല വഴിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ദിവസം ദിനം പ്രതി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായിരിക്കാം, ഒരു കളവായിരിക്കാം, ഒരു കൊലയായിരിക്കാം, കൊള്ളയായിരിക്കാം, വ്യഭിചാരമായിരിക്കാം. എന്തായാലും ഒരു ദിവസം രാവിലെ നമ്മുടെ മനസ്സ് എന്ത് പറയുന്നു അതിന്മേണം നടക്കുന്നവരാണ് ഏറെ പേരും. പക്ഷേ അതിൽ ചുരുക്കം ചിലരാണ് രാവിലെ എണീറ്റിരുന്ന് കർത്താവിനോട്, കർത്താവെ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, അങ്ങയുടെ ഹിതം എന്താണ് എന്ന് ചോദിക്കുന്നവർ ചുരുക്കം ചിലരേ ഉള്ളൂ. പക്ഷേ ഇവിടെ സദൃശവാക്യത്തിൽ സലോമോൻ ഞാനീ പറയുകയാണ്, സദൃശവാക്യം 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു എന്ന്. പ്രിയ ദൈവമക്കൾ, നമ്മുടെ നടപ്പുകളൊക്കെയും അവൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നു, അതൊക്കെയും അവൻ തൂക്കി നോക്കുന്നു എന്ന്. പ്രിയ ദൈവ പൈതലേ, അപ്പോൾ നമ്മുടെ നടപ്പുകൾ, നമ്മുടെ വഴികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലിരിക്കുമ്പോൾ കർത്താവ് അത് തൂക്കി നോക്കുന്നു എന്ന് പറയുന്നു. അപ്പം പ്രിയ ദൈവപൈതലേ, കർത്താവ് നമ്മെ തൂക്കി നോക്കുമ്പോൾ നാം കുറവുള്ളവരായി കാണുമോ, അതോ കർത്താവിൻ്റെ സന്നിധിയിൽ നല്ല ദാസനെ നല്ല ദാസിയെ എന്ന് വിളിക്കത്തക്ക യോഗ്യത ഉള്ളവരായി തീരുമോ എന്ന് നാം തന്നെ നമ്മുടെ വഴികളെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്നു മുതൽ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, സദൃശവാക്യത്തിൽ ഈ സലോമൻ ഞാനീ പറഞ്ഞതുപോലെ നമ്മുടെ വഴികളൊക്കെയും കർത്താവിൻ്റെ മുൻപിലിരിക്കുന്നു. പക്ഷേ അവനെന്നും അവയെ തൂക്കി നോക്കുന്നു എന്ന് നമുക്കൊരു ബോധം വേണം. ഇന്ന് രാവിലെ നാം എണീക്കുമ്പോൾ, ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഞാനിന്ന് യഹോവയ്ക്ക് പ്രിയമായി എന്ത് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ച് കർത്താവിന് പ്രിയമായത് ചെയ്ത് അവൻ്റെ ദൃഷ്ടിയിൽ നാം കളങ്കമറ്റവരായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ വഴികളൊക്കെയും അങ്ങ് തൂക്കി നോക്കുന്നു എന്ന് വചനം പറയുന്നു. കർത്താവ്, അങ്ങയുടെ ദൃഷ്ടിയിലിരിക്കുന്ന ഞങ്ങളുടെ വഴികൾ കർത്താവ് എപ്പോഴും കർത്താവ് ദുഷ്ടത പ്രവർത്തിക്കുന്നതായിട്ടല്ല കർത്താവെ, അങ്ങയുടെ രാജ്യത്തിൽ വരുവാൻ തക്കവണ്ണം അങ്ങ് ഇച്ഛിക്കുന്നത് പോലെ കർത്താവ് ഞങ്ങളാൽ കൂടിയ മട്ട് നന്മ ചെയ്ത് ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.